എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് പഴവും സേമിയയുമാണ്. ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സേമിയ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ സേമിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാല് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേവാകുമ്പോഴാണ് ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സേമിയ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സേമിയയിൽ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത് വെന്ത് കിട്ടാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര നമ്മുടെ ഈ സേമിയയും പാലും കൂടിയുള്ള കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന സേമിയോൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഞാനിപ്പോൾ 1/2 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 വലിപ്പമുള്ള ഏത്തപ്പഴമാണ് എടുത്തത്. അത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പഴം നെയ്യിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പഞ്ചസാരയിൽ ആ ഏത്തപ്പഴമൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ഏത്തപ്പഴത്തിലേക്ക് ചേർന്ന് വരും. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞും കിട്ടും. നല്ലപോലെ വെന്ത് ഇത് ഉടഞ്ഞും കിട്ടും. അതുവരെ നമുക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ലപോലെ വെന്ത് അലഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സേമിയോ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സേമിയോ ഒക്കെ വെന്തിട്ടുണ്ട്. അതിലെ പാലിൻ്റെ അളവൊക്കെ കുറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ മധുരം ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല പാകത്തിന് മധുരമാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പായസത്തിന് ചേർക്കുന്ന പോലെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം മധുരത്തിൽ നമ്മളിത് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സേമിയയും അതുപോലെ തന്നെ പഴമൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഏറെക്കുറെ ഒരു ഡ്രിങ്കിൻ്റെ ഫോമിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഴത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പല ലെയറുകൾ പോലെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫലൂദയൊക്കെ ചെയ്യില്ലേ, ആ ഒരു മോഡലിലാണ് നമ്മളിന്ന് ഇത് ചെയ്തെടുക്കുന്നത്. ഫലൂദയുടെ കംപ്ലീറ്റ് ആ ഒരു ടൈപ്പ് അല്ലാന്ന് മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സേമിയയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആപ്പിൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ മാങ്ങയുണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫലൂദയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ പൂവമ്പഴം ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസ് എല്ലാവർക്കും അറിയായിരിക്കും, സബ്ജ സീഡ്സ് എന്ന് പറയുന്നത്. അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇത് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സേമിയ ചേർക്കാം. അതിനുശേഷം വീണ്ടും പഴം ചേർത്ത് നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പഴം ചേർക്കാം, അത് കഴിഞ്ഞ് സേമിയ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാ നമ്മൾ ഒരു സെറ്റ് ലെയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ലെയറിങ് കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് പഴത്തിൻ്റെ കൂട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. മാതള നാരങ്ങയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കഴിക്കാനായിട്ട്. ഒത്തിരി വേണ്ട, ഒരു അര ഗ്ലാസ്, അതായത് ഒരു 125 ml പാലൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പഴവും കൂടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെ വരികയാണ്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.